അതിർത്തിയിൽ വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷവും പാകിസ്ഥാൻ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ വിമാന സർവീസുകളിൽ വീണ്ടും അനിശ്ചിതാവസ്ഥ തുടരുന്നു. യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി എയർ ഇന്ത്യയും ഇൻഡിഗോയും സർവീസുകൾ നിർത്തിവെച്ചു. അതിർത്തി ഗ്രാമങ്ങളിൽ പാക് ഡ്രോണുകൾ കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. അപകടാവസ്ഥ പൂർണ്ണമായും ഒഴിവായെന്ന് പറയാൻ കഴിയില്ലെന്നും വളരെ ഗൗരവതരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നുമാണ് വിമാന കമ്പനികൾ പറയുന്നത്. ജമ്മു, ലേ, ജോധ്പൂർ, അമൃത്സർ, ഭുജ്, ജാനംഗർ, ചണ്ഡീഗഡ്, രാജ്കോട്ട് എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയതായി എയർ ഇന്ത്യ ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. ജമ്മു, അമൃത്സർ, ചണ്ഡീഗഡ്, ലേ, ശ്രീനഗർ, രാജ്കോട്ട് എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളാണ് ഇൻഡിഗോ നിർത്തിവെച്ചത്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നതിനാലാണ് സർവീസുകൾ റദ്ദാക്കുന്നതെന്ന് ഇൻഡിഗോ വെളിപ്പെടുത്തി. സർവീസുകൾ വീണ്ടും ആരംഭിച്ച് 24 മണിക്കൂർ പോലും തികയുന്നതിന് മുൻപാണ് വീണ്ടും നിർത്തലാക്കിയിരിക്കുന്നത്. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അടച്ച വിമാനത്താവളങ്ങളിൽ പ്രവർത്തനങ്ങൾ സുഗമമായി വരുമ്പോഴാണ് പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം ആരംഭിച്ചത്. വെടിനിർത്തലിനെ തുടർന്ന് അമൃത്സർ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് സർവീസുകൾ പുനരാരംഭിച്ചിരുന്നു. പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അതിർത്തി മേഖലകളിൽ വീണ്ടും ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയത്. BSF മാത്രം 50ഓളം ഡ്രോണുകൾ താഴെ വീഴ്ത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ ഇതുവരെയും എവിടെയും നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രൂക്ഷമായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അടച്ച 32 വിമാനത്താവളങ്ങൾ തിങ്കളാഴ്ച തുറന്നിരുന്നു. മെയ് 15 വരെ വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിടാനായിരുന്നു നേരത്തെയുള്ള തീരുമാനം. എന്നാൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ തുറക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വീണ്ടും വിമാന സർവീസുകൾ അനിശ്ചിതാവസ്ഥയിലായതോടെ യാത്രക്കാർ വലിയ ദുരിതത്തിലായിരിക്കുകയാണ്. വിമാന സർവീസുകളിലെ മാറ്റങ്ങൾ അറിയാൻ വിമാന കമ്പനികളെ ബന്ധപ്പെടാനും വെബ്സൈറ്റ് വഴിയുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി പിന്തുടരാനുമാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് AAI ആവശ്യപ്പെടുന്നത്. എയർപോർട്ടുകളിൽ കനത്ത ജാഗ്രതയും തുടരുകയാണ്. ഇതിനോടകം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ 10 സ്ഥലങ്ങളിൽ പാക് ഡ്രോണുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം എല്ലാ അതിർത്തി കടക്കാതെ നിലത്തുവീഴ്ത്തി. ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാക് ഡ്രോണുകളെ തകർക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. ജമ്മുവിലെ സാംബ സെക്ടറിൽ പാക് ഡ്രോൺ ഇന്ത്യൻ സേന തകർക്കുന്ന ദൃശ്യങ്ങൾ വാർത്താ ഏജൻസിയായ ANI ആണ് പുറത്തുവിട്ടത്. 26 പേരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമാകുന്നത്.